ഹായ് ഗൈസ്, വെൽക്കം ടു ജാക്ക് ഫ്രൂട്ട് ബഫലോസ് ഫീറ്റ് അജിത് ജേക്കബ്. നമ്മൾ ഇന്ന് വേക്കാച്ചി അല്ലെങ്കിൽ വാഴക്കപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. റെസിപ്പിയിലേക്ക് പോകാം. പഴംപൊരി ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പഴമാണ്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പഴത്തിനോടൊപ്പം തന്നെ മൈദ. വിത്തൗട്ട് മൈദ പഴംപൊരി ഇസ് നത്തിങ്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് സം മൈദ ഗൈസ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണം. ഉപ്പിടാൻ നമ്മുടെ ഗസ്റ്റ് ഉണ്ട്. കണ്ടാ ഇച്ചിരി ഉപ്പ് ഇത്ര അത്ര ഇട്ടാൽ മതി കേട്ടോ. പോയി പ്രശ്നമാണ്. കളറിന് വേണ്ടി നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഏകദേശം ഇത് എത്ര മതി കാണുന്നുണ്ടോ അറിയില്ല, കണ്ടാലും കണ്ടില്ലെങ്കിൽ ഇത് എത്ര മതി. ഇത് ഇങ്ങനെ ഇടാം. ഓക്കെ, ഇത് വിമലല്ല, ഇത് ജീരകമാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാതിരിക്കാം. സ്വല്പം എണ്ണ ഒഴിക്കാം. നമ്മൾ ഇന്ന് സൂര്യകാന്തിയുടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ തിളച്ച് വരികയാണ്. ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് മാവിൽ മുക്കിയ പഴം നമുക്ക് ഇതിലേക്ക് ഇടണം. മിക്സ് ആക്കിയ മാവാണിത്. ഇതിലേക്ക് 3-4 പഴം ഇട്ടിട്ട് ഇതിൽ മുക്കിയിട്ട് പഴം നമ്മൾ ആ ചൂടായ എണ്ണയിലേക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ എണ്ണയിലേക്ക് ഇടാം. അതിനുള്ള ഔട്ട്പുട്ടിന് മുന്നത്തെ ഔട്ട്പുട്ട് നമ്മുടെ കീഴിലും പഴം പൊരി എണ്ണയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. ഇതിപ്പോ ഏകദേശം ആയി. മറിച്ചിട്ട് ഓൾറെഡി കാണിക്കാൻ പറ്റും. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം ഗൈസ്. ഗൈസ്, നമ്മുടെ പഴംപൊരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെയ്യാൻ പാപ്പച്ചനുണ്ട് ഇവിടെ. അപ്പൊ പാപ്പച്ചനെ ഇങ്ങോട്ട് വിളിക്കാം. പാപ്പച്ച കമോൺ, ചൂടുണ്ട്, കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ അതെ. അപ്പൊ നമ്മൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.